നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ധർമ്മടം നമ്മുടെ പിണറായി വിജയൻ്റെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിലെ ഈ 2026 തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും പിണറായി വിജയന് എതിരെ നിൽക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഇപ്പോൾ ഈ വിഷയത്തിൽ എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ, ഞാൻ പത്മകുമാർ. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് നമുക്ക് ഈ ധർമ്മടം മണ്ഡലത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ധർമ്മടം മണ്ഡലത്തിനെ പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥിരമായി മത്സരിക്കുന്ന മണ്ഡലമാണ്. പുതുതായി രൂപം കൊണ്ട മണ്ഡലമാണ് ധർമ്മടം എന്ന് പറയുന്നത്. കണ്ണൂരിലെ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കണ്ണൂരിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് ധർമ്മടം. അവിടെ ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ CPM-ന് ഈസി ആയിട്ട് വിജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ പോലൊരു വ്യക്തി അവിടെ പോയി മത്സരിക്കുന്നത്. പക്ഷേ ഇക്കുറിയും പിണറായി വിജയൻ തന്നെയാണ് മത്സരിക്കുന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം 3ാം തവണയും അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ളതാണ് പൊതുവായി കിട്ടുന്ന വാർത്തകളൊക്കെ തന്നെ. അല്ല, പുള്ളി തന്നെ പറഞ്ഞല്ലോ, ഞാൻ തന്നെയാണ് നയിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇക്കുറി പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുമ്പോൾ മത്സരം അത്ര ഈസി ആകില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു നല്ലൊരു മത്സരം അവിടെ കാഴ്ചവെക്കുവാനായിട്ട് UDF ശ്രമിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ആരായിരിക്കും? അല്ല, പിണറായി വിജയനോട് മത്സരിക്കണമെങ്കിൽ ആരാണ്? സണ്ണി ജോസഫ് മത്സരിക്കും. സണ്ണി ജോസഫാണല്ലോ ഇപ്പം നമ്മൾ KPCC പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആരെയായിരിക്കും അദ്ദേഹത്തിനെതിരെ നിർത്തുക? കാരണം അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് ഓർത്തോണം. പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ തന്നെയുള്ള ആളാണ്. ആ രീതിയിലൊക്കെ കൃത്യമായി ധർമ്മടത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വികസന പ്രവർത്തനങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരു മുഖ്യമന്ത്രി നാളെയും ഒരു മുഖ്യമന്ത്രി ആകുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ മണ്ഡലം നിൽക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ തീർച്ചയായിട്ടും ഒരു ഭാവി മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടായിരിക്കത്തില്ലേ വോട്ട് ചെയ്യുക? ഇല്ല, അതൊക്കെ ശരിയായിരിക്കാം. പിണറായി വിജയൻ ജയിക്കുകയില്ല എന്നൊന്നും നമ്മൾ അഭിപ്രായപ്പെടുന്നില്ല. പിണറായി വിജയന് 3ാമതും ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും ഒരു നല്ലൊരു മത്സരം ഉണ്ടാക്കുവാനായിട്ട് UDF ശ്രമിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ലൊരു സ്ഥാനാർത്ഥിയെ പിണറായിക്കെതിരെ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അത് മറ്റാരുമല്ല, മുൻ KPCC പ്രസിഡന്റായ K. സുധാകരൻ അവിടെ മത്സരത്തിനായി രംഗത്ത് വരുമെന്നുള്ളതാണ് ഞാൻ കാണുന്നത്. കാരണം പിണറായിക്ക് ബദൽ K. സുധാകരൻ എന്നുള്ളൊരു ട്രെൻഡ് പൊതുവെ പൊതുജനങ്ങളിൽ ഇപ്പോൾ ഉണ്ട്. അപ്പം CPM-ൽ പോലും പിണറായിക്ക് ബദൽ ആരാണ് മറുവശത്തെന്ന് ചോദിച്ചാൽ അവർ പറയും K. സുധാകരൻ എന്ന് പറയും. തിരിച്ച് ഇപ്പുറത്തുനിന്നാണെങ്കിൽ പോലും പിണറായിയോട് കടപിടിക്കാൻ പറ്റുന്നൊരു നേതാവ് ഇന്ന് കോൺഗ്രസിൽ വേറെ ആരുമല്ല, K. സുധാകരൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു പിണറായി ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വാർത്താ സമ്മേളനത്തിലൊക്കെ പിണറായിയോട് പല കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കാറുണ്ട്. വളരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് പല കാര്യങ്ങളും പുള്ളി സംസാരിക്കാറുമുണ്ട്. പക്ഷേ സുധാകരൻ്റെ പേര് പറയുമ്പോൾ പുള്ളി പിടിയുന്ന ഒന്ന് മൗനിയാകുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം അത്രമാത്രം സുധാകരനെ തൻ്റെ എതിരാളിയായിട്ട് പിണറായി വിജയൻ കാണുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹത്തോടുള്ള കലിപ്പ് കോൺഗ്രസ്സുകാരനെ തീർന്നില്ലേ? കാരണം ഇദ്ദേഹത്തെ ഇതിൽ കൂടുതൽ അപമാനിക്കാനുണ്ടോ? കാരണം ഇത്ര ഈ കോൺഗ്രസിൽ ഉറക്ക വർത്താനം പറയുന്ന, കൈചൂണ്ടി വർത്താനം പറയാൻ കഴിയുന്ന കുറച്ച് തൻ്റെ ഇടമുള്ള, ഇപ്പോൾ കുറച്ച് രോഗിയായി പോയി എന്നത് ഒഴിവാക്കിയാൽ ഈ രോഗിയായി പോകുന്നത് വരെ ഇദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കാതെ വെച്ചത് എന്താണെന്നുള്ളതാണ് കോൺഗ്രസ് പറയേണ്ടി വരുന്നത്. കാരണം ഇത്രയും കഴിവുള്ള ഒരാളിനെ എന്നോ KPCC പ്രസിഡന്റ് ആക്കുകയും ഈ കോൺഗ്രസിൻ്റെ ശക്തിക്ക് ഈ കരുണാകരനൊക്കെ ഇവിടെ മൺമറഞ്ഞു പോയപ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കി കോൺഗ്രസിന് ശക്തമായി ഒരു നിലനിൽപ്പ്, യുവാക്കളിലൊക്കെ ശക്തനായി ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് ആ രീതി സംസാരിക്കുന്ന ഒരാളിനെ KPCC പ്രസിഡന്റൊക്കെ ആക്കേണ്ട കാലത്താക്കാതെ ഈ വയസ്സുകാലത്താക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പവർ പോരാ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? എന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് പിണറായി വിജയനെതിരെ നിർത്തി അദ്ദേഹത്തെ തോപ്പിച്ച് വീട്ടിലിരുത്തുക എന്നുള്ള പരിപാടി കൂടെ കോൺഗ്രസ് ചെയ്യുമോ? ഇല്ല, പിണറായി വിജയനെതിരെ പവർ കുറഞ്ഞെന്നുള്ള പ്രായം കൂടിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിണറായി വിജയനെക്കാട്ടൊക്കെ പ്രായം കുറവാണ് അദ്ദേഹത്തിന്. പിണറായി വിജയൻ ഇപ്പോൾ 80-നോട് അടുത്ത് വരുന്നു. പക്ഷേ സുധാകരൻ അത്രയൊന്നും ആയിട്ടില്ല. ഒരു 10, 75, 76 വയസ്സേ അദ്ദേഹത്തിന് ആയിട്ടുള്ളൂ. പക്ഷേ പവർ കുറഞ്ഞു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് പവറുണ്ട്. ആ പവർ മനസ്സിലാക്കാതെ അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൃത്തം ചെയ്തത്. കാരണം ഒന്നെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹത്തെ ഇരുത്തായിരുന്നു. കാരണം പ്രതിപക്ഷ നേതാവായി VD സതീശനും അതുപോലെ തന്നെ K. സുധാകരനും ഒരുപോലെയാണ് എത്തിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സതീശന് ഇരിക്കുന്നിടത്തോളം കാലം സുധാകരനും ഇരിക്കേണ്ടത് തന്നെയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും. അപ്പം ആ മാനദണ്ഡം നോക്കാതെയാണ് K. സുധാകരനെ KPCC സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ ഹൈക്കമാൻഡിന്റെ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായിട്ടിരിക്കുന്ന മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹം വടി കുത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. അങ്ങനെ സുധാകരൻ എത്രയോ കഴിവുള്ള ആളാണ്. ഈ വടി കുത്തിപ്പിടിച്ച ആളെ ദേശീയ പ്രസിഡന്റായിട്ട് നിർത്തിയിട്ട്
ഈ കഴിവും അണികളെ ആവേശം കൊള്ളിക്കുന്ന സുധാകരനെ മാറ്റിയത് തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാർ ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കാണിച്ച വലിയ വിഡ്ഢിത്തം എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ സുധാകരന് ഇതിന് തിരിച്ചടി കൊടുക്കേണ്ടത് സുധാകരന് ആവശ്യമാണ്. സുധാകരൻ ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ ഈ സമയത്ത് അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ കോൺഗ്രസിൽ താൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ സുധാകരൻ ശ്രമിക്കും. അതിന് സുധാകരന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഇത് തന്നെയായിരിക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നുള്ളത്. കാരണം കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം കൂടിയാകും അത്. കാരണം പിണറായി വിജയനെതിരെ ധർമ്മടത്ത് സുധാകരൻ മത്സരിക്കുക എന്നുള്ളത് കോൺഗ്രസ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ആ വെല്ലുവിളി ഏറ്റെടുത്താൽ സുധാകരന് പിന്നിൽ അണിനിരക്കുമെന്നുള്ളതാണ് സത്യം. അങ്ങനെ ഉണ്ടെങ്കിൽ KPCC പ്രസിഡന്റ് നിന്ന നിലയിൽ അദ്ദേഹവും അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ നേതാവും തമ്മിൽ ഏറ്റുമുട്ടുന്നൊക്കെ പല പ്രാവശ്യം കണ്ടു. അപ്പോൾ അവിടെ ഒരു സ്വരച്ചേർച്ചയില്ലായ്മയുണ്ട്. അപ്പോൾ സുധാകരനെ തകർക്കാനുള്ള അവസരങ്ങളൊക്കെ ഈ പ്രതിപക്ഷ നേതാവിനെ അനുകൂലിക്കുന്ന ആൾക്കാരും ഒക്കെ ചെയ്യത്തില്ലേ? ശരിയായിട്ടും അവിടെ സുധാകരൻ അനുകൂലമായി ഒരു കോൺഗ്രസിൽ അണിനിരക്കും എന്നൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെ പിണറായി വിജയനെ പരാജയപ്പെടുത്തുന്ന ഒരു അവസ്ഥ വന്നാൽ സുധാകരന്റെ ജാതകം തന്നെ മാറിപ്പോകും. അല്ല, ഇവിടെ വലിയ നേതാക്കന്മാരൊന്നും പരാജയപ്പെട്ടിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കെ കരുണാകരൻ പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് കെ കരുണാകരൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ നിസ്സാരനെ നമ്മൾ വിചാരിച്ച വി രാഘവൻ തോൽപ്പിക്കുന്ന CPIയുടെ വി രാഘവൻ തോൽപ്പിച്ചൊരു ചരിത്രമുണ്ട്. കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി അജയനായി നിന്നാണ്. കുഞ്ഞാലിക്കുട്ടി ഒരിക്കൽ പോലും മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പോലും നിന്നിട്ടില്ല കുറ്റിപ്പുറത്ത്. അപ്പോഴാണ് ജലീൽ എന്ന് പറഞ്ഞ ഒരു ലീഗിൽ നിന്ന് ഇടതുപക്ഷ പിന്തുണയോടുകൂടി മത്സരിച്ച ലീഗ് വിട്ടു വന്ന KT ജലീലിനെ അവിടെ കുറ്റിപ്പുറത്ത് മത്സരിപ്പിക്കുന്നത്. അപ്പോൾ ആരും ചിന്തിച്ചിട്ടില്ല കുഞ്ഞാലിക്കുട്ടി അവിടെ തൂക്കുമെന്ന്. കുഞ്ഞാലിക്കുട്ടി അവിടെ കുറ്റിപ്പുറത്ത് ജലീൽ പിടിച്ച് കെട്ടുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ വലിയൊരു പരാജയമായിരുന്നു അത് നേരിട്ടത്. അതുപോലെ തന്നെ പിണറായി വിജയൻ തോക്കുകയില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം മത്സരം വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. കാരണം CPM തന്നെ ഒരുപാട് എതിർപ്പുള്ളവർ, പിണറായി വിജയനോടുള്ള എതിർപ്പുള്ള ഒരുപാട് പേര് ഈ പറഞ്ഞ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. കാരണം ഇനി ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം നശിക്കുമെന്ന് ചിന്തിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ കൂടുതലായിട്ടും സുധാകരൻ ഇവിടെ ധർമ്മടത്ത് മത്സരിച്ചാൽ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ തന്നെ കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ലോക്സഭാ സീറ്റിൽ അവിടെ മത്സരിച്ച് ജയിച്ചയാളാണ് സുധാകരൻ. ആ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന നിയമസഭാ നിയോജക മണ്ഡലമാണ് ധർമ്മടം എന്ന് പറയുന്നത്. അവിടെ സുധാകരനായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിട്ടുള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ. അപ്പോൾ സുധാകരനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവിടെ ഇടതുപക്ഷ പ്രവർത്തകരിലും ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ സുധാകരന് വെല്ലുവിളി, ഇപ്പോൾ സുധാകരനോട് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ പറഞ്ഞാൽ സുധാകരൻ മാറി നിൽക്കുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സുധാകരൻ ആ വെല്ലുവിളി ഏറ്റെടുക്കും. ആ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വലിയ വികാരം ഉണ്ടാവും. ഒരുപക്ഷെ ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ സുധാകരൻ സാധിച്ചാൽ, ഇല്ലെങ്കിൽ സുധാകരനോട് വിജയിക്കാൻ സാധിച്ചാൽ, അത് ഈ ടോട്ടൽ UDFിന്റെ മുന്നണി സംവിധാനത്തെ മുഴുവൻ അത് മാറ്റിമറിക്കും എന്നുള്ളതാണ് സത്യം. വലിയൊരു വിജയത്തിലേക്ക് അത് കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇനിയിപ്പം സതീശനായാലും KC വേണുഗോപാലായാലും ആരായാലും ഇവിടെ കോൺഗ്രസ് എത്തരുതെന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഭരണം ഇവിടെ വേണമെന്ന്. കാരണം കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഭരണമില്ലാതിരിക്കുന്നു. അപ്പോൾ സുധാകരനെ പോലെ ഒരാൾ പിണറായി വിജയനെതിരെ മത്സരരംഗത്ത് കടന്നു വരുമ്പോൾ അത് വലിയൊരു സാധ്യതയ്ക്കാണ് കളമൊരുങ്ങുന്നത്. അതുകൊണ്ട് ആരും പാര വെക്കാനൊന്നുമില്ല. ഇനി പാര വെച്ചാൽ തന്നെ പ്രവർത്തകർ അതിനെ അംഗീകരിക്കാനും സാധ്യതയില്ല. ഇതാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ അത്രമാത്രം ഒരു വികാരമൊന്നും ഉണർത്തിവിടാൻ കോൺഗ്രസിന് ഇപ്പോഴും കഴിയുന്നില്ല. അവർക്ക് എങ്ങനെയാണ് ധർമ്മടത്ത് പോയിട്ട് ഇപ്പോൾ ഇല്ലാത്ത വികാരങ്ങൾ ഉണർത്തിവിടാൻ അന്നേരം കഴിയുന്നത് എന്നുള്ളത് അറിയില്ല. രണ്ടാമത്തെ കാര്യം, വേറൊരു കാര്യം സോണി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം പിണറായി വിജയനോട് പിണറായി വിജയനോട് എതിരെ സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും, മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും തൻ്റെ സ്ഥാനം പോകരുത് എന്ന് കരുതി ഓരോരുത്തരും അടക്കി പിടിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വീണ്ടും പിണറായി വിജയൻ അവിടെ ആ കസേരയിലേക്ക് തന്നെ വരുന്നത് അലോസരമുണ്ടാക്കും എന്നുള്ളത് സത്യമാണ്. ആ രീതിയിൽ ചിലപ്പോൾ നിയമസഭയിലേക്ക് ഇദ്ദേഹം എത്താതിരിക്കുക എന്നുള്ള ലക്ഷ്യം ഒരു 10% CPM-കാരിലെങ്കിലും കേരളത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെയൊക്കെയുള്ള ഇത് വന്നു കഴിഞ്ഞാൽ നല്ല ശക്തമായ മത്സരം നേരിടാനും ചിലപ്പം പരാജയമൊന്നോ ജയമൊന്നോ ഉള്ള ഒരു കയ്യാലപ്പുറത്ത് അദ്ദേഹത്തെ വെക്കാനും കഴിയും. പക്ഷെ അവിടെ ഒരു കാര്യമാണ് ഞാൻ പറയണം, അത് പാർട്ടി കേൾക്കുന്നൊരു ക്ഷീണമാണ് എന്ന് പാർട്ടി പ്രവർത്തകർ തിരിച്ചറിയുമ്പോൾ അത് മാറുകയും ചെയ്യും.
പറഞ്ഞോട്ടെ. ഇല്ല, അത് മറുവശത്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം. കാരണം KC വേണുഗോപാലിനും VD സതീശനും ഒന്നും ഇല്ലാത്ത ഒരു ഫാൻസ് സുധാകരനും ഉണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ, അതുപോലെ നിഷ്പക്ഷമതികളുടെ ഇടയിലും ഒക്കെ. കാരണം സുധാകരനെ ഇപ്പം മാറ്റിയത് തന്നെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാർ പൊതുസമൂഹത്തിലുണ്ട്. കാരണം എന്തിനാണ് ഈ അവസരത്തിൽ ഇത്രയും കരുത്തനായ ഒരു നേതാവിനെ കോൺഗ്രസ് പാർട്ടി KPCC സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലും ആൾക്കാർ. അപ്പൊ പറയുന്നത് തന്നെ ക്രിസ്ത്യാനികളെ തൃപ്തിപ്പെടുത്തുകാനാന്നുള്ളത്. ഇപ്പൊ ക്രിസ്ത്യാനികളെ എങ്ങനെ തൃപ്തിപ്പെടുത്തി ഇപ്പം ഈ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ നാമധാരിയെ കൊണ്ടുവന്നുകൊണ്ട് ക്രിസ്ത്യൻസിന്റെ വോട്ട് മുഴുവൻ കോൺഗ്രസിലേക്ക് എത്തുമോ? ഒരിക്കലുമില്ല. കാരണം നമ്മൾ കണ്ടതാണ് തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി ജയിക്കാൻ കാരണം എന്താ? ക്രിസ്ത്യൻസിന്റെ വോട്ടുകൾ മറിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ തന്നെ BJP തന്നെ നമ്മൾ നോക്കുക, BJP വോട്ടുകൾ തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്, UDF കൊണ്ടുവരാൻ വേണ്ടിയാണ് സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ നാമധാരിയെ പിടിച്ച് KPCC പ്രസിഡന്റ് ആക്കിയിരിക്കുന്നതാണ് പറയുന്നത്. അവർ അന്വേഷിച്ചത് മൊത്തം ക്രിസ്ത്യൻ പേരുകളുള്ള ആൾക്കാരെ ആയിരുന്നല്ലോ. പക്ഷെ അപ്പൊ നമ്മൾ ചിന്തിക്കണം, അപ്പുറത്ത് ജോർജ് കുര്യനുണ്ട് BJP-യിൽ, PC ജോർജ് മകൻ ഷോൺ ജോർജും ഒക്കെ അപ്പുറത്ത് നിൽക്കുകയാണ്. ഇവരെയൊക്കെ വെട്ടിക്കൊണ്ട് എങ്ങനെയാണ് ഈ സണ്ണി ജോസഫിന് ഈ വോട്ടുകൾ മുഴുവൻ കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിന് മുന്നേ AK ആന്റണി അവിടെ KPCC പ്രസിഡന്റായിട്ട് ഇരുന്നിട്ടുള്ളതാണ്, ക്രിസ്ത്യൻ നാമധാരിയായിട്ടുള്ള. അല്ലാതെ ക്രിസ്ത്യൻ നാമധാരികളെ ആരും കോൺഗ്രസ്സുകാർ അകറ്റി നിർത്തിയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. AK ആന്റണി മുൻപ് ഇവിടുത്തെ KPCC പ്രസിഡന്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഇരുന്നിട്ടില്ല. ഉമ്മൻചാണ്ടി UDF കൺവീനറായിട്ട്, അതുപോലെ ബെന്നി ബഹന UDF കൺവീനറായിട്ട് ഇരുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു അവസരത്തിൽ സുധാകരൻ എന്ന ശക്തനായ നേതാവിനെ മാറ്റി സണ്ണി ജോസഫിനെ ആ സ്ഥാനത്ത് അവരോധിച്ചത് തീർച്ചയായിട്ടും തെറ്റായ ഒരു നയമാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് വലിയൊരു വിജയം ഉണ്ടാക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ സുധാകരന്, കരുണാകരനും ഉമ്മൻചാണ്ടിക്കും ശേഷം അണികളുടെ ഇടയിൽ ഇത്രയും സ്വാധീനമുള്ളൊരു നേതാവ് വേറെ ഇല്ല ഇന്നും. ആ വികാരമായിരിക്കും അവിടെ പ്രതിഫലിക്കാൻ പോകുന്നത്. സുധാകരന് പിണറായി വിജയനോട് നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ പറ്റിയാൽ, ഇനി ഭാഗ്യവശാൽ സുധാകരന് പിണറായി വിജയനെ തോൽപ്പിക്കാൻ സാധിച്ചാൽ ചിലപ്പോൾ സുധാകരനെ മുഖ്യമന്ത്രിയാക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ ഒരു മുറവിളി ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. സത്യമാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിൽക്കാനുള്ള തൻ്റെ ഇടം കാണിക്കുകയും അവിടെ ജയം അദ്ദേഹത്തെ തഴുകുകയും ചെയ്താൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ സ്ഥാനം ആവശ്യപ്പെടാം. കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ജോർജ് ഫെർണാണ്ടസ് ഒന്നും ആരും ആയിരുന്നില്ല. പക്ഷേ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചതോടുകൂടിയാണ് ജോർജ് ഫെർണാണ്ടസ് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവുകയും മന്ത്രിയാവുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പടവുകൾ വലിയ പടവുകൾ അദ്ദേഹം കയറിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു തൻ്റെ ഇടത്തോടു കൂടി മത്സരിക്കാൻ തയ്യാറായാൽ അത് ജയിച്ചാൽ അതൊരു വലിയ കാര്യമായിരിക്കും. പക്ഷേ ഇദ്ദേഹം തീർച്ചയായിട്ടും താൻ പരാജയപ്പെട്ടാൽ തനിക്ക് മറ്റൊരു സീറ്റ് ചോദിക്കാൻ സാധ്യതയില്ലേ? അല്ല, ഇപ്പം സുധാകരനെ മാറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണല്ലോ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയത്. കാരണം അദ്ദേഹത്തിന് ഇനി പോകാൻ ഒരു വഴി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രായോത്തരയായി, ഇനി അങ്ങനെ പോയാൽ തന്നെ അത് വലിയ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ പാർട്ടിയിൽ നിന്ന് തന്നെ പൊരുത്തുക എന്നുള്ളതാണ് സുധാകരൻ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ സുധാകരൻ ഇപ്പം ജനങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പൊതുവികാരം പിണറായി വിജയനെതിരെ മത്സരിക്കാനാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വെല്ലുവിളി സുധാകരൻ ഏറ്റെടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം അദ്ദേഹം ആ അഭ്യർത്ഥന ഏറ്റെടുത്താൽ ഇനി അദ്ദേഹം പാർട്ടിയിൽ തന്നെ ശക്തരായി മാറും. കാരണം പിണറായി വിജയനെ തുടർഭരണം ഉണ്ടാക്കിയ പിണറായി വിജയനെ തോൽപ്പിച്ച കോൺഗ്രസിലെ സമുന്നതനായ നേതാവായി സുധാകരൻ വാഴ്ത്തപ്പെടും വരും കാലങ്ങളിൽ. അപ്പോൾ സുധാകരൻ പാർട്ടിയിൽ ശക്തനാകും. ഇന്നത്തെ ഉള്ള ആ ഒരു വിഷമസ്ഥിതിയൊക്കെ അങ്ങ് മാറും. സുധാകരനെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തിന് കൂടെ എത്തും. ഇതൊക്കെ ഈ ഒരു സാധ്യത ഉണ്ടായാൽ, അതായത് പിണറായി വിജയനെതിരെ സുധാകരൻ മത്സരിക്കുന്ന ഒരു കാര്യം ഉണ്ടായാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഇപ്പം തന്നെ പെട്ടെന്ന് ക്രിസ്ത്യൻ നാമധാരിയെ തന്നെ കോൺഗ്രസിന് KPCC പ്രസിഡന്റ് ആക്കണമെന്നൊരു തോന്നൽ വന്നത് BJP-യിലേക്ക് ക്രിസ്ത്യൻസിന്റെ ഒഴുക്ക് കണ്ടിട്ട് ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നതിന് ഒരു ഭാഗമാണോ? കാരണം ഗോവയിൽ സംഭവിച്ചത്, ഗോവയിൽ ഇപ്പം BJP-ക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാം ക്രിസ്ത്യൻസ് ആണ് BJP-ക്കാർ എന്ന് പറഞ്ഞ പോലെ കേരളത്തിലും ഇപ്പം യുദ്ധം ഉണ്ടാക്കിയ ഒരു ഇതുണ്ട്. അതേപോലെ തന്നെ ഇസ്രായേലിൽ BJP സ്വീകരിച്ചിരിക്കുന്ന നിലപാടുണ്ട്. അപ്പം അങ്ങനെ പലതും ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് BJP ഒരു ഇഷ്ടമായ പാർട്ടിയായി മാറിയിട്ടുണ്ട് എന്നുള്ള പേടിയാണോ ഇവരെ ഇപ്പം നയിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയിൽ ഇതൊന്നും അല്ല സംഭവം. കാരണം കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മതേതര പാർട്ടിയാണ്, എല്ലാവരും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. ഇതൊന്നും അല്ല സംഭവം. KC വേണുഗോപാലിനെ പോലെ VD സതീശനെയും പോലുള്ള ആൾക്കാർ മുഖ്യമന്ത്രി സ്ഥാനവും കാക്ഷിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയെ പോലുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിന് ഈ സുധാകരനെ പോലുള്ളൊരു വിലങ്ങുതടി ആയി വരും എന്നുള്ളൊരു ഭയമാണ്. അപ്പൊ ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഏകപക്ഷീയമായി രാഹുൽ ഗാന്ധിയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ കൊണ്ടുവന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ സണ്ണി ജോസഫ് വന്നുകൊണ്ട് ഇവിടെ കോൺഗ്രസിന് വലിയ അത്ഭുതം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ സുധാകരൻ ഇരിക്കുന്ന കാലത്തുണ്ടാക്കാൻ പറ്റുന്ന നേട്ടങ്ങളെ സണ്ണി ജോസഫിന് കുറഞ്ഞേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇതൊക്കെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പാവപ്പെട്ട നിഷ്കളങ്കനായ സുധാകരനെ ഒന്ന് മാറ്റിയെടുക്കണം.
അതിന് KC വേണമോ, അല്ലെങ്കിൽ ഇപ്പൊ തമ്മി കടിപിടി കൂടുമ്പോൾ ഇവിടെ വന്നത് മുഖ്യമന്ത്രിയാകണം. ഇതൊക്കെ ഇവരുടെ താല്പര്യങ്ങളാണ്. സതീശനെ സംബന്ധിച്ച്, VD സതീശനെ സംബന്ധിച്ച് പറയാൻ സതീശന് എതിർപ്പുണ്ടാകരുത്. സതീശൻ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ട് അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി ആകണമെന്ന്. ഈ തൊഴുത്തിക്കുത്താണ് ഈ സുധാകരനെ മാറ്റാൻ കാരണമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം സുധാകരന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെല്ലുവിളി കണ്ണൂരിൽ, അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകത്തിൽ, സ്വന്തം ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലമായ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്താൻ സാധിച്ചാൽ അദ്ദേഹത്തെ ഒന്നടങ്കം കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു വലിയ വിജയമായി സുധാകരൻ മാറുകയും ചെയ്യും. അപ്പം ഏതായാലും നമ്മളിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, പിണറായി വിജയൻ പറയുന്നതിനെ എതിർക്കാൻ ശക്തിയുള്ള ആരും ഇന്ന് CPM ഇല്ല. രഹസ്യമായി അവരൊക്കെ, ഗോപ്യമായിട്ട് അവർ പലരും ഇതൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും പിണറായി വിജയനെ നേരിട്ട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ കഴിവുള്ളവരാരും ഇല്ല എന്നുള്ളതും ഒക്കെ ഒരു അനുയോജ്യ ഘടകമാണ്. ആ രീതിയിൽ അവരത് ഉപയോഗിച്ചാൽ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ പെട്ട K. സുധാകരനെ ഒരുപക്ഷെ ജനം തിരഞ്ഞെടുത്താൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഏതായാലും 2026 തെരഞ്ഞെടുപ്പിൽ നല്ല ഒരു മത്സരം നടക്കുന്ന മണ്ഡലമായിട്ട് ഏതായാലും ഈ ധർമ്മടം മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അത് വരാൻ പോകുന്ന പൂരം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട, നമുക്ക് കണ്ടു തന്നെ അറിയാം ഇവിടുത്തെ പൂരം എന്താണെന്ന്. മറ്റൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.